ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പോയത് ലുലു മാളിലേക്കാണ് കേട്ടോ. അപ്പോൾ ലുലു മാളിലത്തെ വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഓൾറെഡി പോയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്, അതിൻ്റെ ഒരു കൗതുകമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എല്ലായിടത്തും ഓടിപ്പായി നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെയുള്ള കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഞാൻ ലുലുവിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ലുലുവിലേക്ക് ജസ്റ്റ് ഒന്ന് നമ്മൾ കയറി, അതിന് ശേഷം അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. എനിക്ക് കുറച്ച് പർച്ചേസിങ് ഒക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ വീട്ടിലെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. പിന്നെ സിസിൻ്റെ മക്കൾസ് സ്കൂളൊക്കെ ഇപ്പോൾ തുറക്കാനായല്ലോ, അപ്പോൾ അവർക്ക് കുറച്ച് വെള്ളം കുടിക്കുന്ന ബോട്ടിൽ, ബാഗ്, അങ്ങനെ കുറേ ഐറ്റംസ് വാങ്ങിക്കാനുണ്ട്. പിന്നെ ഉമ്മിക്ക് എന്തെല്ലാം വാങ്ങിക്കാനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് കയറിക്കണേ. വീഡിയോസ് ജസ്റ്റ് ഒന്ന് ഓർഡർ അനുസരിച്ചിട്ടല്ല വന്നതെന്ന് തോന്നില്ല. നേരത്തേതിൽ നമ്മൾ കയറുന്നതിന് മുന്നുള്ള ഏതൊരു വീഡിയോ ഓണായിട്ടുണ്ട്. കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് എന്തായാലും നിങ്ങളിതൊക്കെ ഒന്ന് എൻ്റെ ചെറിയ ചെറിയ മിസ്റ്റേക്കൊക്കെ നിങ്ങൾ ക്ഷമിക്കുന്നു എനിക്കറിയാം, സ്റ്റാർട്ടിങ് അല്ലേ. അപ്പം നമ്മളിതൊക്കെ ലുലുവിലേക്ക് കയറിയിട്ടുണ്ട്. ലുലുവിലെ ഓരോരോ കാഴ്ചകൾ കാണിച്ചുതരാം. ഞാൻ ഈ ഓരോ സ്ഥലങ്ങളിലായിട്ട് പോയിട്ടുണ്ട്. ഇതൊക്കെ കണ്ടില്ലേ, ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. നമ്മൾ ഓരോന്നിൻ്റെയും പ്രൈസ് നോക്കിയിട്ട് എടുക്കുക. ഇത് ജാമിൻ്റെ സെക്ഷനാണെന്ന് തോന്നുന്നു. ജാമുണ്ട്. പിന്നെ എനിക്ക് കുറേ മിഠായിസ് വാങ്ങിക്കാനുണ്ട്. പിന്നെ കുറേ ലേസ് വാങ്ങിക്കാനുണ്ട്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ട്. ഇത് ഒരു ഹണിയാണ് കേട്ടോ, തേന്. ഞാനൊരു ബോട്ടിൽ വാങ്ങിച്ചിട്ടുണ്ട്, ഹണിയുടെ ഒരു ബോട്ടിൽ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നീട് നമുക്ക് കുറച്ച് വേറെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ, കാണിച്ചു തരാം. നോക്കിയാൽ ഇത് നമ്മൾ ഹണിയാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് കുട്ടികൾക്ക് പറ്റിയ കുറേ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. കണ്ടോ, ഒരുപാട് സംഭവങ്ങൾ ഇവിടെയുണ്ട്. ഇതെന്തോ പൊടിയാണെന്ന് തോന്നുന്നു. പിന്നെ നമുക്ക് ഇത് എന്തോ പാക്കറ്റ് പൊടിയാണ് കേട്ടോ, വെളിച്ചെണ്ണ ഒക്കെയാണ്. പിന്നെ നമുക്ക് ഇത് കുറേ മിഠായി സെക്ഷനാണ് കേട്ടോ. ഒരുപാട് മിഠായിസ് ഉണ്ട്, ഒരുപാട് വെറൈറ്റി മിഠായിസ് ഉണ്ട് കേട്ടോ. പിന്നെ ഇത് വലിയ വലിയ പാക്കറ്റ് പൊടികളാണ്. ഒരു 1 മന്തൊക്കെ യൂസ് ചെയ്യാനുള്ള ഒരു പാക്ക് ഉണ്ട് അവിടെ. ഇത് കുറേ ബിസ്ക്കറ്റ് സെക്ഷൻ കേട്ടോ, ഒരുപാട് വെറൈറ്റി. ഇത് ഓറിയോൻ്റെ വേറൊരു ഫ്ലേവർ കേട്ടോ, ചോക്ലേറ്റ് ആണെന്ന് തോന്നുന്നു. ഓറിയോൻ്റെ ഒരു ബിഗ് പാക്കാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറേ മിഠായിസ്, കിറ്റ്കാറ്റ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ്, ജ്യൂസ്. പിന്നീട് നമുക്ക് പോകുന്നത് ഒരുപാടുണ്ട് കേട്ടോ. മഞ്ച്, കിറ്റ്കാറ്റ് ഒരുപാടുണ്ട്. അത് നല്ല നെയ്യിൻ്റെതാണ് കേട്ടോ, മിൽമ നെയ്യാണ്. ഞാൻ എന്തായാലും ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. എനിക്ക് കറിയൊന്നും അത്ര ഇഷ്ടമല്ല. അപ്പം നമ്മൾ ദോശയോ പത്തിരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു നെയ്യ് വെച്ച് കഴിക്കാൻ പറ്റും. അതുകൊണ്ട് ഞാനൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് സോസിൻ്റെ സെക്ഷനാണ് കേട്ടോ. പല ടേസ്റ്റുള്ള പലവിധം സോസ് ഇവിടെയുണ്ട്. പിന്നീട് നമുക്ക് ഇതൊക്കെ ഒരുപാട്, ഇത് ന്യൂട്രല്ല, അങ്ങനെ ബ്രെഡിലും പത്തിരിയിലൊക്കെ തേക്കുന്ന, കുട്ടികൾ കറിയൊന്നും കൂട്ടി കഴിക്കില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഇതൊക്കെ വാങ്ങിച്ച് കൊടുക്കുക. നമുക്ക് ജസ്റ്റ് അത് വെച്ച് കഴിക്കാൻ പറ്റും. ഇത് ന്യൂട്രല്ല കേട്ടോ, ഇതാണ് ന്യൂട്രല്ല. നേരത്തെ ന്യൂട്രല്ല വേറെന്തോ ആണെന്ന് തോന്നുന്നു. എന്തായാലും കഴിക്കുന്നതാണ് കേട്ടോ, കഴിക്കാത്തതൊന്നുമല്ല. ഇത് നമുക്ക് ബ്രെഡിലൊക്കെ പുരട്ടി കൊടുക്കാൻ ന്യൂട്രല്ല. ഇത് നമുക്ക് ഓട്സ് കേട്ടോ, ഓട്സ് കഴിക്കാം. സ്ലിം ആവാനും തടിക്കാനൊക്കെ പറ്റിയതാണ് ഓട്സ്. പല ടേസ്റ്റിൽ പല ഫ്ലേവർ ഉണ്ട്. പിന്നെ നമുക്ക് പോയിട്ട് ഇത് ഐസ്ക്രീം കേട്ടോ. അപ്പം നമ്മളെ ഫേവറേറ്റ് എന്താ, ഐസ്ക്രീം ആയിരിക്കുമല്ലേ. അപ്പം നമ്മൾ എന്തായാലും ഒരു ഐസ്ക്രീമിൽ ബോട്ടിൽ വാങ്ങിക്കും. പല ഫ്ലേവർ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് സ്കൂളിൽ കേട്ടോ കുട്ടികൾക്കുള്ള ഒരു പാക്കേജാണ്. റബ്ബർ, ക്രയോൺസ്, പെൻസില്, പെന്ന്, അതിൻ്റെ ഒരു കിറ്റാണ്. 199 ആണ് ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത്. ഇത് ബോട്ടിൽ കേട്ടോ, ഞാനൊരു രണ്ട് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഒന്ന് പിങ്കും ഒന്ന് ബ്ലൂ കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏതാണ്, നിങ്ങളുടെ ഫേവറേറ്റ് കളർ ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടുക. ഞാൻ പിങ്കും ബ്ലൂ ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിന് ശേഷം നമുക്ക് കുറച്ച് കണ്ടോ, ഞാൻ ഈ ഒരു ബോട്ടിലാണ്. പിന്നെ ഇത് കുറച്ച് കാരക്കയാണ് കേട്ടോ, ഒരുപാട് കാരക്കയുണ്ട്. നമുക്ക് ഈ കാരക്ക വാങ്ങിച്ച ജ്യൂസ് അടിക്കാനും ഒക്കെ പറ്റും, നല്ല ബ്ലഡൊക്കെ വെക്കും. പിന്നെ നമ്മൾ പോയത് മിഠായി സെക്ഷനിലേക്ക് കേട്ടോ. പല വെറൈറ്റി മിഠായിസ് ഇവിടെ ഉണ്ട്. ഒരുപാട് ഫ്ലേവർ ഉണ്ട്, മിഠായിസ് ഒരുപാടുണ്ട് കേട്ടോ. കണ്ടോ, ഞാൻ എന്തായാലും ഒരു പാക്ക് എടുത്തിട്ടുണ്ട്. ഒരു പാക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇനി കാണാനുള്ളത് എന്താ പറയുക, കാണിച്ചു തരാം കേട്ടോ, ഒരു ജസ്റ്റ് മിനിറ്റ്. ഇനി നമുക്ക് പോകാനുള്ളത് നല്ല ഫ്രൂട്ട്സിൻ്റെ രീതിയിലേക്കാണ്. ഇത് നമ്മൾ എന്താണ് ഇനി പറയുക, മുസമ്പി ഇട്ടോ കിട്ടുന്നില്ല. മുസമ്പി വാങ്ങിച്ചിട്ടുണ്ട്, മുസമ്പി വാങ്ങിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനിതവിടെ നിൽക്കുകയാണ്. ബ്രദറും ഉമ്മയാണ് തൊട്ടടുത്തുള്ളത്. അവർ മുസമ്പി വാങ്ങിക്കാൻ പറയുന്നുണ്ട്. മുസമ്പി വാങ്ങിച്ച് അതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് നടക്കട്ടോ, അപ്പോൾ അപ്പുറത്തേക്ക് പോയി നോക്കാം.
അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് പോവുകയാണ്. കുറച്ചപ്പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഇനി വേറെ എന്താ ഐറ്റംസ് ഉള്ളതെന്ന് അവരുടെ പോയിട്ട് വേണം നോക്കാൻ. കാരണം ഞാനിവിടെ ഫസ്റ്റ് ടൈം ആണല്ലോ വരുന്നത്, എനിക്കിവിടെ കുറച്ച് ഐഡിയാസ് ഇല്ല. എൻ്റെ ബ്രദർ ഇടയ്ക്കിടയ്ക്ക് വരുന്നതിനോട് എല്ലാം ഒരു ഐഡിയ ഉണ്ട്, അതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരക്കിട്ട് ഓടുന്നത്. പിറകെ ഞാൻ പോയിട്ട് അവിടെ ഇവിടെ ഞാൻ നിൽക്കുന്നുണ്ട് കേട്ടോ. നിന്നിട്ട് ഇനിയിപ്പോൾ എങ്ങോട്ടാണ് നടക്കുക എന്നുള്ള ആലോചനയിൽ നിൽക്കുകയാണ്. അത് വീണ്ടും ഞാൻ നടക്കുകയാണ്. കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. അതാ ഞാൻ നടന്നിട്ട് എന്താണ് എനിക്ക് കിട്ടിയത്, എന്തൊരു ബോർഡിൽ എടുത്തിട്ടുണ്ട്. എന്തായാലും എന്താണെന്ന് ഞാൻ നോക്ക് പറഞ്ഞിട്ട് എന്താണെന്ന് ശ്രദ്ധിച്ചിട്ടില്ലല്ലേ. പിന്നെ ഞാൻ വീണ്ടും നടന്നു. ഇനിയിപ്പം എന്താണ്, ഇനി ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അതിന് മുന്നേ നമുക്ക് മെയിനായിട്ട് എന്താ പരിപാടി, ജസ്റ്റ് നമ്മളിതൊക്കെ ഒന്ന് കാണുക എന്നാണ് അല്ലേ. മാള് മൊത്തം കണ്ടിട്ടില്ലെങ്കിലും കുറച്ച് ഏരിയാസൊക്കെ നമുക്ക് മെയിനായിട്ട് കാണുക. ഞങ്ങൾ പർച്ചേസ് ചെയ്ത സാധനങ്ങളൊക്കെ ആയിട്ട് ഉമ്മി പോകുന്നുണ്ട്. പിന്നെ 2 പ്ലേറ്റൊക്കെ വാങ്ങിച്ചിട്ടോ. എനിക്കത് കൊണ്ടുപോകാൻ അറിയായിട്ടുകൊണ്ട് ഞാൻ അവിടെ നിലത്തിട്ട് പൊട്ടിച്ചിരിക്കണം. എന്നാലും പ്ലേറ്റ് നല്ല ഉറപ്പുള്ളതുകൊണ്ട് പ്ലേറ്റ് പൊട്ടിയില്ല, കയ്യിൽ നിന്ന് കൊട്ട സ്ലിപ്പായി നിന്നിട്ടുണ്ട്. ഞാൻ വീണ്ടും എഗെയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്കെന്തോ കിട്ടി. ഇതാ നല്ല അലുവയുടെയും ഒക്കെ കുറേ ബോട്ടിലുണ്ട് കേട്ടോ. അലുവയൊക്കെ ഇങ്ങനെ ഒരുപാട് ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സ്വീറ്റ്സാണ് കേട്ടോ, നല്ല മധുരമുള്ള സ്വീറ്റ്സാണ് ഇവിടെ ഉള്ളത്. നല്ല ഫേവറേറ്റ്, നല്ല സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ നമുക്ക് അവിടെ നിന്നും വീണ്ടും വീണ്ടും നടന്നിട്ട് ഇനി ഇങ്ങോട്ടാണ് പോകാമെന്നുള്ള ആലോചന ഉണ്ട്. ഒരു അന്തവും ഇല്ലൊരു കുന്തവും ഇല്ലാതെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാനവിടെ പോസ്റ്റായിട്ട് നിന്നും തോന്നുന്നു. അതാ ഇനി നടക്കുക സത്യം പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക വേറെ കാര്യമൊന്നുമില്ല. വീണ്ടും ഞാൻ പോയിട്ടുണ്ട്, അവിടെ നിൽക്കുകയാണ് കേട്ടോ. നിന്നിട്ട് ഇനി എങ്ങോട്ട് പോകണം എന്നുള്ള ചിന്തയിൽ ഇങ്ങനെ നിന്നുകൊണ്ട് നിൽക്കുകയാണ്. ഞാൻ സ്വീറ്റ്സ് നോക്കി നിൽക്കുകയാണ്. അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കുകയാണ് കേട്ടോ. അതിനുശേഷം നമുക്ക് പോവാം. നമുക്ക് ഇനി എന്തെങ്കിലും വാങ്ങിക്കാൻ വിട്ടു പോയിട്ടുണ്ടോ എന്നൊന്ന് ആലോചിക്കട്ടെ. ഞാൻ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് ഇനി കുറച്ചും കൂടി പർച്ചേസ് ഉണ്ട്, അത് കഴിഞ്ഞ് നമുക്ക് റിട്ടേൺ വീട്ടിലേക്ക് പോവാം. അപ്പോൾ എഗെയിൻ നടക്കുകയാണ്, സ്പീഡിൽ നടന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ സ്പീഡ് നടന്ന് പോകുന്നുണ്ട്. ഐറ്റംസ് എന്താണോ വാങ്ങിക്കാനുള്ളത് എന്നുള്ളൊരു ഐഡിയ കിട്ടുന്നില്ല. എന്നാലും എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാം. അപ്പം നടക്കുകയാണ്. കുറച്ചും കൂടി അങ്ങോട്ട് മുന്നോട്ട് നടന്നപ്പം നമുക്ക് ബാക്കി സാധനങ്ങൾ പർച്ചേസാക്കാം. പിന്നെ ഈ മാള് സൂപ്പറാണ് കേട്ടോ, നല്ല അടിപൊളി മാളാണ്. ഹൈലൈറ്റിൻ്റെ അത്ര ഇല്ലെങ്കിലും നല്ല സൂപ്പറാണ്, കാണാനും നല്ല ഭംഗിയുണ്ട്. അടിപൊളി മാളാണ് കേട്ടോ. എനിക്കെന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ട്, നല്ല സൂപ്പർ മാളാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വരിക. ഒരുപാട് സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് വരിക, കാണുക, പർച്ചേസ് ചെയ്യുക. ഞാനിത് ഇവിടെ ജ്യൂസിൻ്റെ ഒരു സെക്ഷനാണെന്ന് തോന്നുന്നു. അതാ വേറെ റസ്കറ്റ് അല്ല കേട്ടോ, ബിസ്ക്കറ്റാണ് കേട്ടോ. രണ്ടും കൂടി മിക്സാക്കി പറഞ്ഞതാണ്. റസ്ക് ആൻഡ് ബിസ്ക്കറ്റ് പലഹാര സെക്ഷനിലേക്ക് പോയതാണ് കേട്ടോ. എനിക്ക് കുറച്ച് വിശക്കുന്നുണ്ട്, വല്ലതും വേണമെന്ന് പറഞ്ഞപ്പോൾ പലഹാരത്തിൻ്റെ സെക്ഷനിലേക്ക് പോയതാണ്. എനിക്കിങ്ങനത്തെ കറുമുറൊന്നും ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ അതൊന്നും വേണ്ടാന്നാണ് പറയുന്നത്. തേൻമുട്ടായി കേട്ടോ. തേൻമുട്ടായി പിന്നെ നോർമലി ഞാൻ കഴിക്കുന്നതിനോട് ഇവിടുന്ന് വാങ്ങിച്ചിട്ടില്ല. പിന്നെ നമുക്ക് എന്തെങ്കിലും വേറെ വെറൈറ്റി എന്തെങ്കിലും പലഹാരം ഉണ്ടോ എന്നാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് കൊള്ളാമല്ലേ, ഒരു വെറൈറ്റി ഒരു പലഹാരമല്ലേ ഇവിടെ കാണാതെ. എന്തായാലും മധുരമാണോ എന്ന് അറിഞ്ഞൂടാ. ഒരു വൈറ്റ് കളർ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അല്ലേ. പിന്നെ നമുക്കിത് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. പലഹാരത്തിൻ്റെ ഒരു വൻ ശേഖരം തന്നെ ഇവിടെ ഉണ്ട്. ഇതൊരുപാട് ബിസ്ക്കറ്റാണ്. കുഞ്ഞു കുട്ടികളൊക്കെ നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ ഇതൊക്കെ വേണമെന്ന് പറഞ്ഞ കാര്യം. പിന്നെ ഇത് ഒരുപാട് മിഠായിയുടെ സെക്ഷൻ ഉണ്ട്. ഗാലക്സിയുടെ പല വെറൈറ്റി മിഠായി ഉണ്ട്. വലിയൊരു പാക്കേജ് ഉണ്ട്. അതിൻ്റെ ഒരു എന്താ പറയുക, ഇത് നമ്മൾ ലവറൊക്കെ ഉണ്ടെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ വാങ്ങിക്കട്ടോ. എനിക്ക് പിന്നെ ലവറൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനതൊന്നും വാങ്ങിച്ചിട്ടില്ല. ഇത് പിന്നെ സ്നിക്കേഴ്സിന് ഇവിടെ പല തരം ഉണ്ട് കേട്ടോ. സ്നിക്കേഴ്സ് ഒരുപാട് ഫ്ലേവറിൽ തന്നെ ഉണ്ട്. പിന്നെ ഇത് ഒരുപാട് മിഠായികളുണ്ട് കേട്ടോ. പിന്നെ മിഠായി കഴിഞ്ഞ് നമുക്ക് ഐസ്ക്രീം സെക്ഷനിലേക്ക് പോവാം. ഞാൻ സ്റ്റാർട്ടിങ് കാണിച്ചു തന്നതാണ് ഐസ്ക്രീം. അപ്പോൾ വാങ്ങിക്കാമെന്ന് പറഞ്ഞ് വാങ്ങിച്ചിട്ടില്ലായിരുന്നു, വീണ്ടും പോയിട്ട് വാങ്ങിച്ചതാണ്. പിന്നെ ഇതൊക്കെയെന്ന ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ. ഒരുപാട് കാണുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് നമുക്ക് എത്ര ഷൂട്ട് ചെയ്താലും തീരാത്ത അത്രയ്ക്കും ഇവിടെ കാണാനുണ്ട് കേട്ടോ. അപ്പം എന്തെങ്കിലും ഒരു ദിവസം ഇവിടെ വരിക. മാങ്കാവാണ് ഇത് സ്ഥലം വരുന്നത്, ലുലു മാൾ കേട്ടോ. അപ്പം ഞങ്ങൾ ബില്ലൊക്കെ അടിച്ച് കഴിഞ്ഞ് നമ്മൾ റിട്ടേൺ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇനി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും നമുക്കൊരു നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അപ്പം എല്ലാവരോടും താങ്ക് യു സോ മച്ച്. അപ്പം ഗുഡ് നൈറ്റ് കേട്ടോ. അപ്പം നമുക്കിനി ഉറങ്ങാം അല്ലേ. അപ്പം ഞങ്ങളിതാ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പറയാനും കിട്ടുന്നില്ല, നമ്മൾ എടുക്കുന്നത്.
യാത്ര തുടരുന്നു. അപ്പം വീണ്ടും നമുക്ക് കാണാം കേട്ടോ. ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം വീണ്ടും നമുക്ക് കാണാം. അപ്പം ശരി, ഗുഡ് നൈറ്റ്, ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.